समप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। മഹാഭാരതത്തിലെ കഥാനായകൻ ആര് എന്നതിനെ സംബന്ധിച്ച് നല്ല വായനക്കാരുടെ ഇടയിൽ നല്ല തുടമുള്ള ഒരു തർക്കം നടക്കണം എന്ന് തോന്നത്തക്ക വിധത്തിൽ രചന നടത്തിയിരിക്കുന്നു എന്നാണ് മഹാഭാരതത്തിൻ്റെ പാരായണ പുരോഗതിയിൽ നമുക്ക് തോന്നുക. വ്യാസന് ഒരു മാതൃക എപ്പോഴും വാൽമീകിയാണ്. 14 സ്ഥലത്ത് സീതയെ വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. അതൊന്ന് രാവണൻ കാണുന്ന സീതയാണ്. പിന്നെ വാൽമീകി തന്നെ വർണ്ണിക്കുന്ന സീത. പിന്നെ രാമൻ യുദ്ധത്തിൽ മരിച്ചുപോയി എന്ന മായാവിദ്യ കൊണ്ട് സീതയുടെ മുമ്പിൽ രാവണൻ അവതരിപ്പിക്കും. അത് കണ്ടിട്ട് സീത പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ലക്ഷണ വിദഗ്ധന്മാരായ ആളുകൾ, ജ്യോത്സ്യന്മാർ, ഇവരൊക്കെ സീതയുടെ മുഖലക്ഷണവും ശാരീരിക ലക്ഷണവും കണ്ടിട്ട് വളരെ പ്രഗത്ഭനും ദീർഘായുഷ്മാനുമായ ഭർത്താവിനെ ആയിരിക്കും സീതയ്ക്ക് ലഭിക്കുക എന്ന് സീതയുടെ വളർത്തമ്മയോട് പറഞ്ഞത് സീത രണ്ടാമത് അയവിറക്കിക്കൊണ്ട് കരയുന്ന രംഗമാണ്. ഇതെല്ലാം പാഞ്ചാലിയുടെ വർണ്ണനയ്ക്ക് വ്യാസൻ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സ്വീകരിച്ചു എന്ന് തോന്നാത്ത വിധത്തിൽ അതിൽ വലിയ കലാപരമായ ഒരു വിപ്ലവം, കലാപരമായ ഒരു കോളിളക്കം. കലാപരമായ വിപ്ലവം എന്ന് പറയുമ്പോൾ അതിനകത്ത് വർഗശത്രുക്കൾ ആവശ്യമില്ലല്ലോ. ഇല്ല. അപ്പം അങ്ങനെ ഒരു കലാപരമായ വർണ്ണനയുടെ അവതരണത്തിൻ്റെ സൗന്ദര്യ ആവിഷ്കാരത്തിൻ്റെ, സ്ത്രീകൾക്ക് സൗന്ദര്യമുണ്ട് എന്ന് പറയുന്ന പക്ഷം ആ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ആവിഷ്കരണത്തിൽ അസാധാരണമായ കാവ്യകലയുടെ സർവചാതുര്യവും ഇദ്ദേഹം എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാതൃക എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ വാൽമീകി രാമായണം വ്യാസന് കാണാതെ അറിയാമായിരുന്നു എന്നാണ്. അല്ല, ഈ സന്ദർഭങ്ങളിലും തമ്മിൽ ഏതാണ്ട് പൊരുത്തമുണ്ടല്ലോ. ഇപ്പോൾ സീതയെ ആദ്യം വർണ്ണിക്കുന്നത് ജനക മഹാരാജാവിൻ്റെ ശ്രീരാമൻ അസ്ത്രം പരീക്ഷണം, ആ സമയത്താണ് സീത വർണ്ണമാല്യവുമായിട്ട് വന്ന്. അത് അധ്യാത്മരായണത്തിൽ നിന്ന് എടുത്ത് ചേർത്തിട്ടുള്ളതാണ്. അത് അങ്ങനെ തന്നെ വാൽമീകി വർണ്ണിച്ചിട്ടില്ല. ഇല്ല, വാൽമീകി വർണ്ണിച്ചിട്ടില്ല. വാൽമീകി അത് വർണ്ണിക്കുകയല്ലാതെ മാർഗമില്ല എന്ന് വരുന്ന സന്ദർഭത്തിലാണ് വർണ്ണിക്കുന്നത്. പിന്നെ ഈ രാവണന് പുല്ലുവില പോലും സീത കൽപ്പിക്കുന്നില്ല. ഈ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നതിൽ സങ്കടവും ദുഃഖവും ഒക്കെ സീതയ്ക്കുണ്ടെങ്കിലും ഒരു സ്ത്രീത്വത്തിൻ്റെ സ്വാതന്ത്ര്യം വേണ്ട തരത്തിൽ അനുഭവിച്ചിട്ടുള്ള ആളാണ് സീത. അതിൽ രാമൻ ഇടപെടുകയില്ല. സീതയുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ധരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. സീതയുടെ സ്ത്രീ എന്നുള്ള സ്വാതന്ത്ര്യത്തിൽ രാമൻ ഇടപെടില്ല. പിന്നെ പ്രശ്നം വരുന്നത് അദ്ദേഹം സീതയെ ഉപേക്ഷിച്ചു എന്നുള്ളതിലാണ്. അദ്ദേഹം സീതയെ ഉപേക്ഷിക്കുന്നത്, അദ്ദേഹം വിവാഹം കഴിക്കുന്നതും കുടുംബജീവിതം നടത്തുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കാര്യമാണ്, ഒന്നാമത്തെ കാര്യമല്ല. ഒന്നാമത്തെ കാര്യം രാജ്യം. ഒന്നാമത്തെ കാര്യം രാജ്യവും പ്രജാപരിപാലനമാണ്. അപ്പോൾ ഈ പ്രജാപരിപാലനത്തിന് ഏതെങ്കിലും തരത്തിൽ സീതയോ അതുപോലെ അടുപ്പമുള്ള മറ്റാരെങ്കിലുമോ വിഘാതമായി നിന്നാൽ അവർ പോക്കാണ്.
അത് പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. അതൊരു നയമല്ല. നയം എന്നുള്ളതൊരു ചീത്ത വാക്കാണ്. അതെ അതെ. അത് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യമാണ്, ജീവിത ഉദ്ദേശ്യമാണ്. അതിൽ ഒരു മായവും ചേർക്കുകയില്ല, വീഴ്ചയും വരുത്തുകയില്ല. അങ്ങനെ പ്രജാപരിപാലനത്തിന് വിഘാതമായിട്ട് വന്നപ്പോൾ ചെയ്തിട്ടുള്ള ചില ക്രൂരമായ പ്രവൃത്തികളെല്ലാം രാമൻ അങ്ങനെ ചെയ്യരുതായിരുന്നു നമുക്ക് തോന്നുന്നേ അത്രയേ ഉള്ളൂ. നമുക്കങ്ങനെ തോന്നുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ അവിദഗ്ധന്മാരാണ്, വളരെ വൈകാരികമായി ചിന്തിക്കുന്നവരാണ്, ദർശനം അറിഞ്ഞുകൂടാത്തവരാണ്, ചിന്ത ഇല്ലാത്തവരാണ്, ആലോചന ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ള ഒരാളുടെ അഭിപ്രായത്തിന് ശാസ്ത്രീയതയില്ല. പക്ഷേ ദുഃഖം യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ ദുഃഖത്തിനും അർത്ഥമുണ്ട് എന്ന് സമ്മതിക്കാം എന്നല്ലാതെ ഈ രാഷ്ട്രത്തിൻ്റെ തലവനായിട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. അതിന് ശാസ്ത്രം നിർണയിച്ച് വെച്ചിട്ടുണ്ട്. അത് രാമൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ സ്വന്തം ജീവിതം കൊണ്ട് അത് സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, തപസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനൊക്കെ ഉള്ളൂ. അല്ലാതെ പ്രജാഹിതമല്ല അദ്ദേഹം നോക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് ധരിക്കുന്നത്. പ്രജാഹിതം ധർമ്മത്തിന് ആഭരണമാകുമെങ്കിലേ പ്രജാഹിതം നോക്കുക, അല്ലെങ്കിൽ പ്രജകളുടെ കാര്യം കഷ്ടത്തിലാണ്. ഇപ്പോൾ പ്രജകളെല്ലാവരും കൂടി കാട്ടിൽ പോകരുതെന്ന് രാമനോട് പറഞ്ഞു. അനുസരിച്ചില്ല. ഇല്ല. അപ്പോൾ എന്ത് പ്രജാഹിതം? അപ്പോൾ രാമൻ നോക്കുന്നത് ധർമ്മമാണ്. അല്ല, ഇത് അദ്ദേഹമാണെങ്കിൽ പ്രജകളൊക്കെ ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ പോകാതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കാം. ഞാൻ രാജിവെക്കണമെങ്കിൽ പാർട്ടി പറയണം. പാർട്ടി പറയണം, അല്ലെങ്കിൽ ജനങ്ങളുടെ കോടതി പറയണം. പാർട്ടി പറയുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ജനങ്ങളുടെ കോടതിയിലേക്കാണ് പോകുന്നത്. എന്ത് കോടതി? ഒന്നുമില്ല ആണ് പോകുന്നത്. പിന്നെ എന്നെ ജനങ്ങൾക്കറിയാം എന്നുവെച്ചാൽ കൈക്കൂലി മേടിക്കില്ലെന്ന് ജനങ്ങൾക്കറിയാവുന്ന ആണ്. കൈക്കൂലിയുടെ ആശ ആണെന്നുള്ളവരും ജനങ്ങൾക്കറിയാം. ഞാൻ അപ്പോഴാണ് ഈ ഇതുകൊണ്ട് പറയുന്നത്, എന്നെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ജനങ്ങളുടെ ഹിതം എന്ത് എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നതല്ല ഇദ്ദേഹം ചെയ്യുന്നത്. അവിടെ ജനങ്ങളുടെ ഹിതം മാനിച്ചില്ല. ചില സ്ഥലങ്ങളിൽ ജനങ്ങളുടെ ഹിതം മാനിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാൻ വലിയ വിഷമമായതുകൊണ്ടാണ്, അത്രയ്ക്ക് ധൈഷണിക ക്ലേശമുള്ളത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇപ്പോൾ മാരാര് അങ്ങനെ തുടങ്ങി രാമനെതിരായിട്ട് ചിന്തിക്കുന്ന ആളല്ല. അങ്ങനെ ഒരു വിപ്ലവകരമായ ഒരു പഠനം രാമനെക്കുറിച്ച് നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, രാമനെതിരായിട്ട് ചിന്തിക്കുന്ന ആളുകളെല്ലാം രാമൻ അന്നത്തെ കാലത്തെ ജന്മിമുരാച്ച് കുത്ത മുതലാളിത്ത പിന്തിരിപ്പൻ മുന്തിരിപ്പൻ ശക്തിയുടെ വക്താവായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെ വിചാരിക്കുന്നത് അവർക്ക് അതിൻ്റെ ഭരണപരവും താർക്കികവും അതുപോലെ തന്നെ ദാർശനികവുമായ സന്ദർഭത്തെ സംബന്ധിച്ച് വേണ്ടത്ര അവഗാഹമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. വായനയിൽ വരുന്ന പെശകാണത്. റീഡിങ്, എറോനിയസ് റീഡിങ് എന്ന് പറഞ്ഞിട്ട് റീഡിംഗ് ഉണ്ട്. നമ്മുടെ ഈ ഉംബർട്ടോ എക്കോ എന്ന് പറയുന്ന വലിയ നോവലിസ്റ്റും വലിയ ചിന്തകനും ഒക്കെ ആയിട്ടുള്ള ആളുടെ ഒരു നിരൂപണ ഗ്രന്ഥത്തിലുള്ളതാണ്. ഗ്രന്ഥത്തിൻ്റെ പേര് പറയാം, ഇൻ്റർപ്രട്ടേഷൻസ് ആൻഡ് ഓവർ ഇൻ്റർപ്രട്ടേഷൻസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർപ്രട്ടേഷൻ എവിടെയാണ് ഓവർ ഇൻ്റർപ്രട്ടേഷൻ ആവുന്നത് എന്ന് എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവൻ. അതല്ലെങ്കിൽ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അതിലേക്ക് കടന്നു വരും. ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കാത്തത് നമ്മൾ പറയണം, നമുക്ക് പറയാം. അത് എപ്പോഴായിരിക്കണം? ഗ്രന്ഥകാരൻ ഈ രചന കൊണ്ട്, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തെ കൊണ്ട്, ഈ സംഭാഷണം കൊണ്ട്, ഈ കഥാപാത്രത്തിൻ്റെ പെരുമാറ്റം കൊണ്ട് ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രന്ഥകാരൻ ഒറാങ്ങുട്ടാങ്ങിൻ്റെ രണ്ടാമത്തെ അവതാരമാണ്, ഇയാൾക്ക് വിവരമില്ലാത്തവനും വെളിവില്ലാത്തവനാണ് എന്നുള്ളത് നമ്മുടെ അഭിപ്രായം പറയാം. പക്ഷെ അത് പറയാം, ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കാത്ത അർത്ഥം ഓടി വരുമെന്ന് പറയല്ല.
എഴുത്തിൻ്റെ പിറകെ അത് മറ്റേ കുട്ടനാട്ടിലാണ്. അല്ല അല്ല, ധ്വനി പാഠങ്ങൾ, പല അർത്ഥങ്ങൾ പുറകെ. മഹാകവികൾ അപ്പൊ അത്തരം അർത്ഥം കണ്ടുപിടിക്കുന്നത് അർത്ഥം കണ്ടുപിടിക്കാം. ഇതല്ലല്ലോ കണ്ടുപിടിക്കുന്നത്. രാമൻ ഔറംഗസേബിന്റെ ഡെത്ത് ഓഫ് ദി ഓതറാണ്. അതെ അതെ, ഓതറിന്റെ വിപരീതമായിട്ടുള്ള ഓതർ പോയി കഴിഞ്ഞിട്ടുള്ള എഴുതി കഴിഞ്ഞപ്പോൾ അയാൾ ചത്തുപോയി. പിന്നെ അതിൽ നിന്ന് വരുന്നത് ഡെത്ത് ഓഫ് ദ പീപ്പിളാണ്. ഇവൻ എഴുതി ജനങ്ങളെ കൊല്ലുക എന്നുള്ളതാണ് പിന്നീട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഓവർ ഇൻ്റർപ്രിട്ടേഷൻ അവിടെ തുടങ്ങുന്നു എന്നത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ പ്രജകളോട് താല്പര്യമുണ്ടായിരുന്ന പ്രജാപരിപാലകനായ രാജാവ് 2 സന്ദർഭങ്ങൾ 2 തരത്തിൽ ഇപ്പോൾ പ്രജകൾക്ക് വേണ്ടിയാണ് സീതയെ ഉപേക്ഷിച്ചത്. പ്രജകൾ ഇങ്ങനെ ഈ അയോധ്യയുടെ സിംഹാസനത്തിൽ വൈവസ്വത മനു മുതലുള്ള മഹാന്മാരിരുന്ന സിംഹാസനത്തിൽ രാവണൻ്റെ കൂടെ പാർത്ത ഒരു സ്ത്രീയെയും കൊണ്ട് രാമൻ എങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത് എന്നുള്ള പ്രശ്നം ജനങ്ങൾ ഉന്നയിച്ചു. അവിടെയാണ് അദ്ദേഹം സീതയെ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഹിതത്തിന് അനുകൂലമായിട്ടാണ് അവിടെ പ്രവർത്തിച്ചത്. കാട്ടിലേക്ക് പോകുമ്പോൾ, കാനനവാസത്തിന് പോകുമ്പോൾ ജനങ്ങളുടെ ഹിതത്തിന് എതിരായിട്ടും പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലൊരു ഒന്നുകിൽ രാമൻ ഒരു നുണയനും സത്യസന്ധത ഇല്ലാത്തവനും കള്ളനുമാണെന്ന് പറയേണ്ടി വരും. സ്ത്രീ വിരോധി എന്ന് പറയേണ്ടി വരും, സ്ത്രീ വിദ്വേഷി. പക്ഷേ അദ്ദേഹം ഈ ഇതിൻ്റെ സരയൂ നദിയുടെ തീരത്തും കാവേരിയുടെ തീരത്തുമൊക്കെ കാട്ടിൽ നടന്നിരുന്ന കാലത്ത് അദ്ദേഹം സീതയോട് പറയും, ഇപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പേരാണല്ലോ, ഒന്ന് നീയെ, പിന്നെ ഒന്ന് ലക്ഷ്മണൻ. ഇപ്പം ബ്രഹ്മാവ് വന്നിട്ട് 3 ലോകങ്ങളും നിനക്ക് തരാം, ഇവർ 2 പേരെ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ആ ലോകങ്ങൾ അങ്ങയുടെ കയ്യിലിരിക്കട്ടെ, എനിക്ക് ഇവരെ മതി എന്ന് പറയുമ്പോൾ രാമന് സീതയോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈമുഖ്യമുണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. വേറെ ഏതെങ്കിലും സ്ത്രീകളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്ന് ഈ ഫാദർ കാമിൽ ബുൽക്കെ പറഞ്ഞാൽ വേറെ എന്തിൻ്റെ പേരാണ്, മനുഷ്യൻ്റെ പേരാണെന്ന് തോന്നുന്നില്ല, വേറെ എന്തോ ഒരുതരം ജീവിയുടെ പേരാണെന്നേ തോന്നുള്ളൂ. ആ ഫാദർ കിടക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ കാമിൽ ബുൽക്കെ, കാമിലാരി എന്നൊക്കെ പറഞ്ഞ് അല്ലേ, കാമിലാരി കഴിച്ചാൽ മിക്കവാറും പിന്നെ ഒന്നും കഴിക്കേണ്ടി വരില്ല, അല്ല, എല്ലാ രോഗങ്ങളും മാറും. അപ്പോൾ ആ കാമിലാരി എന്ന് പറഞ്ഞ പോലെ എന്തോ ഒരു ആയുർവേദ ഔഷധമാണ് ഈ ബുൽക്കെ. കാമിൽ കൊണ്ടുണ്ടാക്കിയ ബുൽക്കെ. ഹിന്ദിയിലല്ലേ സാർ അദ്ദേഹം? ഇംഗ്ലീഷല്ല, ഹിന്ദിയിലാണ് അത് പ്രബന്ധം എഴുതിയിട്ടുള്ളതെന്നാണ് ഞാൻ. ഹിന്ദിയിൽ എഴുതി, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വലിയ ഗവേഷണമാണ് നടത്തിയത്. അതൊക്കെ നമുക്ക് അംഗീകരിക്കത്തക്കതാണ്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് രാമന് ഒരുപാട് ഭാര്യമാരുണ്ട്. വേറെ ആർക്കും രാമായണം വായിച്ചിട്ട് അങ്ങനെ തോന്നിയില്ല, രാമന് ഒരുപാട് ഭാര്യമാരുണ്ടെന്ന് തോന്നിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള കഥയൊന്നും ഈ രാമായണത്തിലില്ല. സാധാരണഗതിയിൽ സ്ത്രീജിതനായ ഒരു ഭരണാധിപൻ അത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ ഭരണാധിപന്മാരെല്ലാം അങ്ങനെ ഉള്ളവരുമാണ്. നിങ്ങൾ പറയുന്ന കേമത്തൊന്നും ഈ രാമനില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മളെ ഈ ഇന്ത്യയുടെ എല്ലാ അരികുകളിൽ നടന്ന് അദ്ദേഹം ഈ രാമായണത്തിൻ്റെ വിവിധ പാഠങ്ങൾ ശേഖരിച്ച് ആ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും വൈപല്യം കണ്ട് നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ ആ ഞെട്ടലിലാണ് രാമന് വലിയ കഥയുമില്ല, അവതാരപുരുഷനുമില്ല, അദ്ദേഹത്തിന് ധാരാളം ദാസിമാരും അതുപോലെ ഭാര്യമാരും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ വിശ്വസിക്കാനൊരു താല്പര്യം വരും. രാമന് ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം തന്നെ വായിച്ചതനുസരിച്ച് അശ്വമേധത്തിന് അതിൽ നിന്നൊരു ഭാര്യ എടുത്താൽ മതി. ഒരുപാട് ഭാര്യമാർ കിടക്കല്ലേ, അതിൽ നിന്നൊരു ഭാര്യ എടുത്ത അശ്വമേധത്തിന് സിംഹാസനത്തിൽ ഇരുത്തിയാൽ മതി. അത് ചെയ്യാതെ സീതയുടെ കാഞ്ചനപ്രതിമ ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു
ഇൻ്റർപ്രിട്ടേഷൻ ഈ ഓവർ ഇൻ്റർപ്രിട്ടേഷനാണ്. പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയ ഒരു ഹെർമനോട്ടിക്കൽ ഓവർ ഇൻ്റർപ്രിട്ടേഷനാണ്. ഹെർമെസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ദേവന്മാരുടെ ദൂതനാണ്. അപ്പോൾ സന്ദേശം, ഇപ്പോൾ അപ്പോളോവിനൊരു സന്ദേശമുണ്ട്, അത് കൊണ്ടുപോയി അദ്ദേഹം അഥേനയ്ക്ക് കൊടുക്കണം. അപ്പോൾ അഥേനയുടെ ഒരു സന്ദേശമുണ്ട്, അത് കൊണ്ടുപോയി ഹീരയ്ക്ക് കൊടുക്കണം. അവിടെ ഒരു സന്ദേശമുണ്ട്, ആ സന്ദേശം കൊണ്ടുപോയി സാക്ഷാൽ ദേവേന്ദ്രന് സ്യൂസിന് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ദേവലോകത്തുള്ള അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. അതുകൊണ്ട് അദ്ദേഹത്തിന് വേഗത്തിൽ പോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചെരുപ്പിന് 2 ചിറകുണ്ട്. അദ്ദേഹത്തിന് ചിറകുണ്ടെന്നല്ല പറയുന്നത്, ചെരുപ്പിന് 2 ചിറകുണ്ട്, വളരെ വളരെ വേഗത്തിലെത്തും. ഇതാണ് ഹെർമെസ്. അപ്പോൾ ഹെർമെസുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഹെർമനോട്ടിക്സ് എന്നുള്ള പദത്തിൻ്റെ പ്രയോഗം വരുന്നത്. അപ്പോൾ ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായതാണത്, ഈ ദേവനിൽ നിന്ന് ഉണ്ടായതുമാണ്. അപ്പോൾ ദേവൻ ഈ സന്ദേശം കൊണ്ടുപോയി കൊടുക്കുകയാണ്. പിന്നെ ഈ ദേവനൊരു പ്രത്യേകതയുള്ളത്, സന്ദേശത്തിൽ ആ സന്ദേശം ഈ കൊടുത്ത ആളിനെയും അതുപോലെ അത് സ്വീകരിക്കുന്ന ആളിനെയും വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും ആ സന്ദേശത്തിലുണ്ടെങ്കിൽ അത് അദ്ദേഹം പറയില്ല. നമ്മുടെ സാധാരണ സന്ദേശം വാഹകന്മാരങ്ങനെയല്ല. സന്ദേശം തന്നെ അതിന് വേണ്ടിയുള്ളതാണ്. അവരെങ്ങനെ തെറ്റിക്കാമെന്നുള്ളതായിരിക്കും നമ്മുടെ കേരളീയ സന്ദേശവാഹകന്മാരുടെ ലക്ഷ്യം. അപ്പോൾ ഇതും കൂടി നോക്കുന്നത് കൊണ്ട് ഒരു സദാചാരബോധത്തോടുകൂടിയുള്ള വ്യാഖ്യാനം, മതപരമായ ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം എന്ന അർത്ഥത്തിലാണ് ഈ ഹെർമനോട്ടിക്സ് എന്നുള്ളത് പിന്നീട് പ്രസിദ്ധമായി തീരുകയും അതൊരു ഇംഗ്ലീഷ് വാക്കാണെന്ന് തെറ്റിദ്ധരിക്കുകയും അതിനകത്ത് ഇങ്ങനെ ഒരു ദേവൻ്റെ പേരുണ്ടെന്നുള്ള വിവരം തന്നെ മറന്നു പോവുകയും ചെയ്തു. അപ്പം അവിടെ സീതയെ ഉപേക്ഷിക്കുമ്പോൾ, സീതയെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഈ സൂര്യവംശത്തിനുണ്ടാകാവുന്ന അനേകം പരുക്കുകളുണ്ട്. ആ പരുക്കുകളിൽ നിന്ന് രക്ഷിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആ പരുക്കുകൾ ജനങ്ങളിത് അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കും. മാത്രമല്ല അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് സീത ഗർഭിണിയുമായി. അപ്പോൾ പിന്നെ ജനങ്ങൾ കാത്തിരിക്കുന്നത് സീത പ്രസവിക്കുന്ന കുഞ്ഞിന് 10 തലയുണ്ടെങ്കിൽ അത് രാവണൻ്റെതായിരിക്കും എന്നതിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ജനങ്ങളെയും സംരക്ഷിക്കണം, തൻ്റെ വംശത്തെയും സംരക്ഷിക്കണം. അതിന് തൽക്കാലത്തേക്ക് സീത അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. സീതയെ അത് കേൾക്കാതെ രാമൻ സ്വീകരിക്കുകയാണെങ്കിൽ രാമൻ ധർമ്മബോധമില്ലാത്ത ഒരാളാണ് എന്ന് ജനങ്ങൾ കരുതും. ഒരു വാൽമീകി തന്നെ പറയും, ഒരു ഭരണാധിപന് ധർമ്മബോധം ഉണ്ടായിരുന്നാൽ പോരാ, ആ ധർമ്മബോധം അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് പ്രജകൾ മനസ്സിലാക്കുക കൂടി വേണം. അതും അയാളുടെ ധർമാനുഷ്ഠാനത്തിൽപ്പെട്ടതാണ്. അങ്ങനെയാണ് സീത പോകുന്നത്. സീതയെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ സീതയെ ഉപേക്ഷിക്കുന്നത് വാൽമീകിയുടെ ദണ്ഡകാരണ്യത്തിലുള്ള ദണ്ഡകൻ എന്ന് പറയുന്ന വലിയ ഒരു ഭരണാധിപൻ, ന്യായാധിപനും കൂടിയായ ഒരു ഭരണാധിപൻ ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ഈ ദണ്ഡകം. രാക്ഷസനാണല്ല, രാക്ഷസൻ ആണ് ദണ്ഡകൻ. രാക്ഷസനല്ല, രാക്ഷസനല്ല, വലിയ യോഗിയായ ഒരു രാജാവാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പിന്മുറയിൽ വന്ന ആളുകളെല്ലാം ഒരു കാശിനും കൊള്ളാത്തവരായിരുന്നു. അവർ കാരണമാണ് ഈ ദണ്ഡകത്തിന് ആ ദുഷ്പേര് വന്നത്. അങ്ങനെയാണ് അത്. അങ്ങനെയാണ് ആ കഥ. അങ്ങനെ ആ ദുഷ്പേര് വന്നു. ജനങ്ങളെല്ലാം പിന്നെയുള്ളവരുടെ ഭരണം കൊണ്ട് അവിടെ താമസിക്കാൻ വയ്യാതെ കുടുംബത്തോടുകൂടി നാടുവിടാൻ തുടങ്ങി. അങ്ങനെ കുടുംബത്തോടുകൂടി നാടുവിട്ട് അവിടെ ജനങ്ങളെ ഇല്ലാതെയായി. ജനങ്ങളെ ഇല്ലാതായപ്പോൾ കാട് പിടിച്ച് കൊടുങ്കാടായി. അങ്ങനെയാണ് അത് ശിക്ഷിക്കുന്നവരെ കൊണ്ടുപോയി തള്ളാനുള്ള സ്ഥലമായിട്ട് മാറിയത്. അങ്ങനെയാണ് ദണ്ഡകാരണ്യം ദണ്ഡിക്കാനുള്ളൊരു സ്ഥലമാണെന്നുള്ള ധാരണ വന്നത്. അവിടെ കൊണ്ടുപോയി വിടാനല്ല പറഞ്ഞത്, വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വിടാനാണ്. എന്ന് പറഞ്ഞാൽ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് സീതയെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഉപേക്ഷിച്ചതാണെന്ന് തോന്നി, സീതയ്ക്കും തോന്നി.
എന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന്. ഉപേക്ഷിച്ചില്ല. അവിടെയാണ് സീതയ്ക്ക് പറ്റുന്ന അബദ്ധം. ഉപേക്ഷിച്ചതേ ഇല്ല. സ്വാഭാവികമായി അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റിയില്ല എന്ന് വരും. കാരണം ഈ രാജ്യഭരണം എന്ന് പറയുന്നത് ഉപേക്ഷിച്ചു എന്ന് സീതയ്ക്കും തോന്നി എന്ന് പറഞ്ഞത് വാൽമീകി രാമായണത്തിലല്ലല്ലോ. വാൽമീകി രാമായണത്തിലുണ്ട്. ഉണ്ടോ? സീത വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാണ്. അല്ല, യോഗമായാദേവി എന്നുള്ള സങ്കല്പം വാൽമീകി അധ്യാത്മരാമായണം അത്രേ ഉള്ളൂ. അതിപ്പോൾ പിന്നെ രാവണനോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം. സീത പറയും, നീ സിംഹത്തിൻ്റെ ഭാര്യയെ മോഹിച്ചു നടക്കുന്ന കുറുനരിയാണ്, പൊടാ എന്ന് പറയും. അത് അയാളുടെ രാജ്യത്ത് അയാൾ നിയോഗിച്ചിരിക്കുന്ന രാക്ഷസിമാരുടെ മധ്യത്തിലിരുന്ന് ഇനി മെയിൻലാൻഡിലേക്ക് തിരിച്ചു വരാൻ, പ്രധാന കരയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല എന്ന പൂർണ്ണ ഉറപ്പുള്ളപ്പോഴാണ് അയാളെ ഈ പച്ചത്തറി വിളിക്കുന്നത് സീത. അപ്പോൾ അതൊരു അസാധാരണ ധൈര്യമാണല്ലോ. പിന്നെ ഇയാൾ വരുമ്പോൾ തന്നെ തൊട്ടടുത്തുനിന്നൊരു പുല്ല് പറിച്ചിങ്ങനെ വയ്ക്കും. എന്നിട്ട് ആ പുല്ലെ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇയാൾ ശരിക്ക് മറ്റേ ചെമ്പഞ്ഞച്ചാറണിഞ്ഞ് മുഖത്ത് സുഗന്ധലേപനങ്ങൾ പൂശി 10 മുഖത്തെയും മീശയൊക്കെ പിരിച്ചു വെച്ച് ഒക്കെയാണ് പുള്ളിയുടെ സീതയെ ആകർഷിക്കാനേ. അപ്പോഴാണ് ഈ കുറുനരി എന്ന് വിളിക്കുന്നത്. അത് കേൾക്കുമ്പോഴേക്കും തളർന്നു പോകും. ഒരു സ്ത്രീ ആക്ഷേപിക്കുകയല്ലേ വേറെ അനേക സ്ത്രീകളുടെ മുമ്പിൽ വെച്ച്, അതും അദ്ദേഹത്തിൻ്റെ ശമ്പളക്കാരായ സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് നിസ്സഹായായ ഒരു സ്ത്രീ രാജാവിനെ രാജാവെന്ന് വെച്ചാൽ എങ്ങനത്തെ രാജാവാണ്? 3 ലോകങ്ങളും കീഴടക്കിയ രാജാവിനെ അയോധ്യയിൽ രാവണൻ ഈ യുദ്ധം ചെയ്ത് രാജ്യങ്ങളൊക്കെ കീഴടക്കി നടന്നിരുന്ന കാലത്ത് അന്നത്തെ അയോധ്യയിലെ രാജാവ് പറയും, നീ എന്നെ പിടിച്ചു കെട്ടി നിൻ്റെ അസാധാരണമായ ബലം വെച്ച്, ഈ അയോധ്യയിൽ നിന്ന് തന്നെ നിന്നെ കൊല്ലാനുള്ളവൻ ജനിക്കും. അതാണ് ഈ ശ്രീരാമൻ. അങ്ങനെയാണ് ജനിച്ച് ചെന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ സീതയെ ഉപേക്ഷിച്ചത് സീതയുടെ ചാരിത്രം പ്രഖ്യാപിക്കാനാണ്. അങ്ങനെ അത് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ സീത ചാരിത്രവതിയല്ല എന്ന് ആളുകൾ ധരിക്കും. അപ്പം അങ്ങനെ 2 സംഗതിയാണ്. ജനങ്ങൾ പറഞ്ഞതനുസരിച്ചു എന്നും വന്നു സീതയുടെ ചാരിത്രം. അതോടുകൂടി അവിടെ നടന്ന അഗ്നി പരീക്ഷണമൊക്കെ ജനങ്ങൾ അറിഞ്ഞു. ജനങ്ങൾ രാമപക്ഷത്ത് നിന്ന് സീതയുടെ പക്ഷത്തേക്ക് മാറുകയും രാമനെ അവർ കുറ്റവാളിയാക്കുകയും ചെയ്തു സീതയെ ഉപേക്ഷിച്ചത്. അതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. മറ്റേത് അങ്ങനെയല്ല. ജനങ്ങൾ പറഞ്ഞതുപോലെ പെരുമാറിയെന്നാൽ അദ്ദേഹത്തിന് വലിയ ലാഭമാണ് വരുന്നത്. ദശരഥൻ്റെ സാമ്രാജ്യം അദ്ദേഹത്തിന് കിട്ടുകയാണ് അതനുസരിച്ചാലേ. അപ്പോൾ അത് പിന്നീട് ഇദ്ദേഹം ചെയ്തത് വളരെ അന്യായമായി പോയി എന്ന് ജനങ്ങൾക്ക് തോന്നുന്നു. കാരണം ലാഭമുള്ള പണിയാണ് ചെയ്തത്. 2 പ്രവൃത്തി ചെയ്യേണ്ടി വന്നതിൽ ജനങ്ങൾ പറഞ്ഞതനുസരിച്ചപ്പോൾ അദ്ദേഹത്തിന് രാജ്യം കിട്ടി. ജനങ്ങൾ പറഞ്ഞതനുസരിക്കാഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യം നഷ്ടപ്പെട്ടു. രാജ്യം നഷ്ടപ്പെട്ടു എന്ന് വരുന്നതാണ് സ്വഭാവത്തിൻ്റെ മേന്മയ്ക്ക് നല്ലത്. അതുകൊണ്ട് അത് ലാഭമുള്ളത് ഉപേക്ഷിച്ച് കളഞ്ഞു. ഇവിടെ ലാഭമില്ലാത്തത് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ഭാര്യയുടെ കൂടെ താമസിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം, അതുകൊണ്ടെന്ന് വെച്ചു. അപ്പോൾ ഈ പ്രജാഹിതം പരിപാലിക്കുക നോക്കുക എന്നത് ധർമാനുഷ്ഠാനം നടത്തുക എന്നതിൻ്റെ പര്യായമായിട്ടാണ് വാൽമീകി പറയുന്നത്. അല്ല നമ്മുടെ കാലത്ത് കേൾക്കുന്ന ഹിതമല്ലതല്ല പ്രജാഹിതം. കയ്യടിയല്ല, കയ്യടിക്ക് വേണ്ടിയുള്ള പ്രജാഹിതം നോക്കലല്ല. അപ്പം ഇതെല്ലാം വ്യാസൻ ഒപ്പിയെടുത്തിട്ടുണ്ട് രാമായണത്തിൽ നിന്ന്. അതുപോലെ സീതയുടെ വർണ്ണന, പിന്നെ ഈ അതിഗംഭീരമായ വനവർണ്ണനയാണ് വ്യാസൻ്റേത്. അതാണ് ആരണ്യകാന്ഡം. ആരണ്യകാന്ഡത്തിൽ നിന്നാണ് ഈ വനം. ആരണ്യകാന്ഡത്തിൽ പറഞ്ഞിട്ടുള്ള വൃക്ഷങ്ങളുടെ പേര് മുഴുവനും നമുക്ക് ഈ വനപർവ്വത്തിൽ നിന്ന് കിട്ടും. അതിനേക്കാൾ മനോഹരമായി വർണ്ണിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തുണ്ട്? ഈ വ്യാസനോട് രചനാപരമായ വലിയ ബാധ്യതയുണ്ട്, കലാബാധ്യത ഉണ്ട്. അതനുസരിച്ചാണ് മഹാഭാരതത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്.